ഞാൻ കാണുന്ന ദൃശ്യങ്ങൾ, ഞാൻ അനുഭവിക്കുന്ന പ്രകൃതിയുടെ സൗന്ദര്യങ്ങൾ, അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ മറ്റുള്ളവർക്ക് കൂടി ഇന്നത്തെ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അനുഭവിക്കുന്നതിനും കാണുന്നതിനും വേണ്ടിയിട്ടാണ് ഞാൻ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങൾ ഒപ്പിയെടുത്ത് എൻ്റെ നവമാധ്യമ സുഹൃത്തുക്കൾക്ക് മുമ്പിൽ എത്തിക്കുന്നത്. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, നമ്മുടെ യാത്രകളെല്ലാം ഒരു പ്രൈവസി നിറഞ്ഞതാണ്, അപ്പോൾ അതുകൊണ്ട് യാത്രകൾ മനോഹരമാക്കണമെങ്കിൽ അതിൻ്റെ പ്രൈവസി കീപ്പ് ചെയ്യണമെന്ന്. എനിക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമാണുള്ളത്. നമ്മൾ ഒരിക്കലും ഒരു നിഗൂഢത നിറഞ്ഞ യാത്രയ്ക്ക് തുനിയുന്നില്ല. സ്വാഭാവികമായും നമ്മൾ കാണുന്ന നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്ന ആ മനോഹാരിതകൾ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് കൂടി കാണുന്നതിനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ അതിനുള്ള ഒരു സാധ്യത നമ്മളിലൂടെ ശ്രദ്ധിക്കുക എന്നുള്ള ഒരു പൊതുപ്രവർത്തനം കൂടി എൻ്റെ വീഡിയോയുടെ പശ്ചാത്തലത്തിലുണ്ട് എന്നുള്ള കാര്യം സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പല കമൻറ്റുകളും ഞാൻ മുമ്പ് സൂചിപ്പിച്ച വിഷയത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ആണ് ഞാൻ ഇത്തരത്തിൽ മറുപടി പറയുവാൻ ആഗ്രഹിച്ചത്. നമസ്കാരം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോവയിലെ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ചിലാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗോവയിലെ കണ്ടോളിൻ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഒരു ബീച്ചാണ് കണ്ടോളിൻ ബീച്ച്. അഗോഡ ഫോർട്ടിന് ചേർന്നുള്ള അഗോഡ ബീച്ച് എന്നുകൂടി ഇതിന് നാമകരണമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബീച്ച്. എസ്പെഷ്യലി ഗോവയിലെ ബീച്ചുകളിലെ ഏറ്റവും മനോഹരം എന്ന് തന്നെ പറയാം. അതിൻ്റെ ദൃശ്യങ്ങൾ, അതിൻ്റെ ഭംഗിയിലേക്ക് നമുക്ക് പോകാം. വളരെ സേഫ് സോണിലുള്ള ഒരു ബീച്ചാണിത്. വലിയ തിരമാലകളുടെ ആക്രമണ സ്വഭാവമില്ലാത്ത ഒരു ബീച്ച്. നിരവധി വിദേശികളാണ് ഈ ബീച്ച് ആസ്വദിക്കുന്നതിന് വേണ്ടി. കൂടുതലും വൈകുന്നേരങ്ങളിലാണ്, 5 മണി കഴിഞ്ഞിട്ടാണ്. കുട്ടികളെല്ലാം ബീച്ചിൽ ഇറങ്ങി കളിക്കുന്ന ഭാഗമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വശത്തുള്ളതാണ് അഗോഡ. നമ്മൾ ആദ്യം കണ്ട ഫോർട്ട്. ആ ഫോർട്ട് മുതൽ തുടങ്ങുന്ന ബീച്ചാണ് കണ്ടോളിൻ പഞ്ചായത്തിന്റെ കീഴിലുള്ള ഈ ബീച്ച്. വളരെ ശുചിത്വത്തോടു കൂടി തന്നെയാണ് ഇവിടെ ഇത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ കാശ്മീരിലെ പഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടിട്ട് പറഞ്ഞിരുന്നത് പോലെ ഇവിടെയും ടൂറിസ്റ്റ് സെന്ററുകളിൽ പോലീസിന്റെ സാന്നിധ്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പോലീസ് നമുക്ക് എണ്ണയിട്ടാൽ കാണാത്ത രീതിയിൽ പോലീസ് ഇല്ല എന്ന് തന്നെ പറയാം. ഒരു ടൂറിസ്റ്റിന് ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് പോലീസിലെ ബന്ധപ്പെടുന്നതിനുള്ള സൗകര്യങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് കൂടി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൂടി ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ടൂറിസം ഡെസ്റ്റിനേഷൻ സെൻ്ററുകളിലെല്ലാം വലിയ രീതിയിൽ പോലീസ് ഒരു വാച്ചിങ് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്നുള്ള പഹൽഗാം ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പിതാവ് ഒരു കുഞ്ഞിനെ കൊണ്ട് തിരിയിലെ ഉള്ളിലേക്ക് കടന്ന് കളിക്കുന്നതിന് പോകുന്ന ഒരു സീനാണ്. പക്ഷേ ഇവിടെ ഒരു ടൂറിസം പോലീസ് ഒരു വിസിൽ പോലും നൽകുന്നതിന് ഇല്ല. അവരുടെ ആനന്ദകരമായ ആ മുഹൂർത്തങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ നൽകുന്നതിന്, ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഇൻസ്ട്രക്ഷൻ നൽകുന്നതിനോ അല്ലെങ്കിൽ എത്ര കണ്ട് ഉള്ളിലേക്ക് പോകാമെന്നുള്ളത് സംബന്ധിച്ച് ഒരു വിസിൽ നൽകുന്നതിനോ ഇവിടെ ഒരു പോലീസ് സൗകര്യങ്ങളില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇൻഡിക്കേഷൻ ഇല്ല എന്നുള്ള ഒരു അനുഭവം ഈ ഷോറിൽ കണ്ടത് ഞാൻ പങ്കുവയ്ക്കുകയാണ്.